പ്രിയമുള്ള നാട്ടുകാരെ, വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ലളിതഗാനം, പദ്യമലയാളം, മാപ്പിളപ്പാട്ട്, മിമിക്രി, മോണോ ആക്ട് എന്നീ മത്സരങ്ങൾ സ്റ്റേജ് നമ്പർ 5 നടക്കുന്നു. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ, ക്യാൻസൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ജഡ്ജസ് ചെസ് നമ്പർ വിളിച്ചിരിക്കുകയാണ്. മത്സരിക്കാനുള്ള കുട്ടികൾ ഉടൻ തന്നെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇവിടെ തന്നെയാണ് ഭരതനാട്യം, മോഹിനിയാട്ടം. ഭരതനാട്ടുന്നത് മോഹിനിയാട്ടുന്നതൊക്കെ വിളയിൽ. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ കൊച്ചുകുട്ടികളുടെ കലാപരിപാടികൾ ഏതാനും നിമിഷങ്ങൾ തന്നെ ആരംഭിക്കുന്നതാണ്. മന്ത്രി എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എത്തുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ കൊച്ചുകുട്ടികളുടെ, നമ്മുടെ ക്ലബ് മെമ്പേഴ്സിന്റെ കൊച്ചുകുട്ടികൾ, യുവനോത്സവ വേദി എന്നും ധന്യമാക്കിക്കൊണ്ടിരുന്ന കൊച്ചുകുട്ടികളുടെ കൊച്ചു കലാപരിപാടികൾ മൈക പിന്നെ പോ പഴ അറിഞ്ഞു മൂത്തളങ്ങി ഭ്രാന്ത് ചെറുക്കനുമാണ്. എന്തൊരു എന്തോ ഡേ മാമ പിന്നെ വിളിക്കാം. മൈക്ക് മാമൻ പിന്നെ തരാം കേട്ടാ, പിന്നെ തിന്നാൻ തരാം. പൊയ്ക്കോ, വിളിക്കാന്ന് പൊയ്ക്കോ. പോ വിളിക്കാം കേട്ടാ. സുമതി ചേച്ചി, കഴിഞ്ഞ വർഷം നിങ്ങൾ ഈ ചെറുക്കനെ തുറന്ന് വിട്ട് ഇവിടെ ക്ലബിൻ്റെ പരിപാടി ചീറ്റിച്ച്, ഈ വർഷം നിങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചിരിക്കുകയെന്നല്ലേ? ഇരുന്ന് ഗണിച്ചു കൊടുക്കേ. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ വെറൈറ്റി ക്ലബ്ബ് എല്ലാ വർഷവും വെറൈറ്റി ആയിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം നമ്മുടെ മന്ത്രി എത്തുന്നത് വരെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനി, നമ്മുടെ നാടിൻ്റെ അഭിമാനവുമായ RKG ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു പ്രസംഗം നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ്. എല്ലാ വർഷവും അദ്ദേഹം ഈ വേദിയിൽ വന്ന് നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കാറുണ്ട്. അതുകൊണ്ട് RKG ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജയ് നമസ്കാരം, ഞാൻ RKG. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അല്ല ചേട്ടാ, എനിക്ക് കുഞ്ഞുനാൾ മുതലേ എനിക്കൊരു സംശയമുള്ളൊരു കേസാണ്. വേറൊന്നുമല്ല, ഈ RKG എനിക്ക് അതിന്റെ അർത്ഥം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. എന്താണ് സംഭവം? എന്താണ് നിനക്ക് മനസ്സിലായി? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. RKG എന്ന് പറഞ്ഞാൽ റോഡിൻ കുഴിയിൽ ഗോപാലൻ. വീട്ടുപേരും കൂടെ ചേർത്തിട്ട പേരാണ്. വീട്ടുപേരും കൂടി ചേർത്തിട്ടു. എനിക്ക് എന്റെ സംശയം എല്ലാം മാറി അല്ലേ? അതെ. തികഞ്ഞ ഒരു രാജ്യസ്നേഹി. സത്യമാണ്. അതുപോലെ തന്നെ പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനി. അതും സത്യം അല്ലേ? ഇവിടെ പലരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ പെൻഷൻ വാങ്ങുന്നവരുണ്ട്. പക്ഷെ എന്നെ നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തരുത്. അല്ല ചേട്ടാ, എനിക്ക് അതായത് ഞാൻ പറഞ്ഞത് മുഴുമിക്കട്ടെ പറയുന്നത്. ശരി. മഹാത്മാഗാന്ധിജുമായിട്ട് നേരിട്ട് അടുപ്പല്ലൂട്ടി കഞ്ഞു കുടിച്ച അടുപ്പമുള്ള വ്യക്തി എന്ന് പറയായിരുന്നു. അങ്ങനെ. അതുപോലെ തന്നെ നീ എന്താ പറയാൻ? ഞാൻ പറഞ്ഞു വേറൊന്നുമല്ല, ചേട്ടനെ പറ്റി ഇടയ്ക്ക് ഇവിടെ ഒരു ഗോസിപ്പ് അറിഞ്ഞു. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ഈ അടുത്തുള്ള തിയേറ്ററിൽ പോയി ചേട്ടൻ അശ്ലീല ചിത്രം കണ്ടെന്നോ? അത് എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന്. ഞാനും കേട്ടു അത്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര മാത്രമാണ്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അല്ല, അശ്ലീല ചിത്രം കാണുന്നത് തെറ്റാണല്ലോ. ചേട്ടനെ പോലുള്ള ഒരു രാജ്യസ്നേഹിയാണ് ചേട്ടൻ. അല്ല, പറയുന്നേക്ക് അശ്ലീല ചിത്രങ്ങളാണെന്ന് നിങ്ങൾ പറയുന്നു. അതെ അല്ലേ? അതെ. ഇത് എനിക്ക് വിശ്വാസം വരണ്ടേ? അതിൽ വല്ല അശ്ലീലം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അതറിയാൻ വേണ്ടി പോയതാണല്ലേ? പക്ഷെ കണ്ടപ്പോ ഞാൻ സഹിച്ചില്ല. എന്തു പറ്റി? പോസ്റ്ററിലുള്ള പല ഭാഗവും സിനിമയിലില്ല. ഭയങ്കര വിഷമമായി പോയല്ലേ? പിന്നെ അത് മാത്രമല്ല പ്രശ്നം, പിന്നെ അതിൽ അഭിനയിച്ച പെൺകുട്ടി തെറ്റ് ചെയ്തു എന്ന് നിങ്ങളെല്ലാവരും പറയുന്നു. അതെ, പക്ഷേ ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തേ? അശ്ലീല ചിത്രത്തിൽ അഭിനയിക്കുന്ന തെറ്റല്ലേ? നീ എന്ത് വർത്തമാനാണ് പറയുന്നത്? നീ ഒരു രാജ്യസ്നേഹിയല്ലേ? അതെ, ഞാൻ രാജ്യസ്നേഹിയാണ്. തികഞ്ഞ രാജ്യസ്നേഹിയായ കുട്ടി വിദേശ വസ്ത്രങ്ങൾ ഓരോന്നായിട്ട് ബഹിഷ്കരിക്കുകയാണ് ആ പടത്തില്, അല്ലേ? ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയ്ക്ക് എനിക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? അപ്പൊ പ്രോത്സാഹിപ്പിച്ച് പിന്നെ പ്രോത്സാഹിപ്പിച്ചതാണ് ഞാൻ. അതൊക്കെ പോട്ടെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് തീരെ വിവരമില്ല, ചരിത്രത്തെ കുറിച്ച് ഒരു വിവരമില്ല. എല്ലാ കുട്ടികളും കേട്ട് പഠിക്കാനാണ് ഉപദേശം തരികയാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഉദാഹരണത്തിന്
എൻ്റെ കൊച്ചുമോൻ ഇന്ന് എന്നോട് വന്ന് പറഞ്ഞു, അപ്പൂപ്പ എന്താണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി? ഈ കൊച്ചുകുട്ടിക്ക് ബോസ്റ്റൺ ടീ പാർട്ടി എന്താണെന്ന് അറിയില്ല. നിനക്കറിയാവോ? എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ല, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം കേട്ടോ. ഈ സെബാസ്റ്റ്യന്റെ അനിയൻ ബോസ്റ്റന്റെ കല്യാണത്തിന് തലേന്ന് നടന്ന ടീ പാർട്ടിയാണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി. അതിന് പ്രഗത്ഭരായ പല വ്യക്തികളും പങ്കെടുത്തിട്ടുണ്ട്. അതായത് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധര തിലകൻ, മുരളി ശങ്കരാടി, അങ്ങനെ പലരും പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ സിനിമാടന്മാരല്ലേ? അതൊക്കെ ഇപ്പോഴല്ലേ, പണ്ട് അവര് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ശരി. പിന്നെ ഈ കൂട്ടത്തിൽ ആർക്കൊക്കെ ഇന്ത്യ എന്താണെന്ന് അറിയാം? ഇന്ത്യ എന്താണെന്നറിയാൻ ഒരാൾക്ക് മാത്രമേ കറക്റ്റ് അറിയാവുള്ളൂ. ആർക്ക്? ദ കിങ്ങിൽ അഭിനയിച്ച മമ്മൂട്ടി. കറക്റ്റ്, അവന് മാത്രമേ ഇന്ത്യ എന്താണെന്ന് അറിയാവൂ. അതെ. പക്ഷേ അതൊന്നുമല്ല എന്റെ വിഷമം. പിന്നെ അതൊന്നുമല്ല. അല്ല ചേട്ടൻ ടെൻഷൻ അടിക്കാത്ത കാര്യം എന്താണെന്ന് പറ. നമ്മുടെ രാജ്യപിതാവാരാണ്? രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി. മഹാത്മാഗാന്ധിജി മരിക്കാൻ നേരത്ത് എന്നോട് പറഞ്ഞു, മോനെ ഗോപാല, ഇന്ത്യയെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, കേടുപാടൊന്നും വരുത്തരുത്, ഇന്ത്യയെ വിഭജിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഇന്ത്യയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. പക്ഷേ കുറെ കാലമൊക്കെ ഞാൻ അങ്ങനെ നോക്കി നടന്നു. എന്നിട്ട് ഈ ഇടയ്ക്ക് ഒരു പനി വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം ആശുപത്രിയിൽ പോയി കിടന്നു. പോയി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ത്യ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യക്ക് കേടുപാട് സംഭവിച്ചു, വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആരും അറിഞ്ഞില്ല. ഇതെന്ത് സംഭവം? നീ അറിഞ്ഞില്ലപ്പാ? അറിഞ്ഞില്ല. ദേ നോക്കടാ, ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വരില്ല, ഇങ്ങോട്ട് നോക്ക്. ദേ ഈ ഇന്ത്യന്ന് എന്തോ ഒരു സാധനം ഇളകി ഈ നിലത്ത് വീണ് കിടക്കണണ്ടാ. അതാ പറഞ്ഞത്, ഇന്ത്യ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. മാമ ഒരു കാര്യം ചെയ്യും, വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം ഒരുപാട് വിഷമങ്ങളും ടെൻഷനും ഉണ്ട്. വീട്ടിൽ പോയി ഇത്തിരി ആവി പിടിക്കുക, കാപ്പി ഇട്ട് കുടിക്കുകയും ചെയ്യും. അല്ല, മഹാത്മാഗാന്ധി നേരിട്ട് അടുപ്പല്ലേ? ഞാൻ വിളിച്ചോണ്ട് വരാം. ഈശ്വര, അടുത്ത വർഷം കാണല്ലേ ഇതേപോലെ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ലബ് പരിപാടി ഇതുപോലെ നീണ്ടുപോവുകയാണ്. വേറൊന്നും കൊണ്ടല്ല, മന്ത്രി വരാൻ ഇനിയും താമസമുണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ട് ഉടൻ തന്നെ പരിപാടി ആരംഭിക്കും. കിട്ടിയ ഗ്യാപ്പിൽ ഇനി കയറി പോകുന്നല്ലേ? ഈ ചെറുക്കന് പേ പിടിച്ച് കിടക്കണ എന്തോ. കൊള്ളാം, മതി, കളഞ്ഞിട്ട് പോ. കയറിപ്പോ. നേരത്തെ പറഞ്ഞ് പിന്നെ വിളിക്കാം. ഇപ്പോഴല്ല, പിന്നെ വിളിക്കാം. ഇപ്പോഴല്ല, മന്ത്രി ഇനി വരാനുണ്ട്. ഇപ്പോഴും വേണോ? പ്രിയമുള്ള നാട്ടുകാരെ, നീ ശല്യം ഉണ്ടാക്കൂടെ? കയറിപ്പോടാ വീപ്പ കുറ്റി. ഇവൻ ചാമ്പ കൂട്ടി കിടന്നേ. നിനക്ക് എന്തിനു വേണം? മയക്ക് വേണോ? തിന്നോടോ? മര്യാദയ്ക്ക് എന്താണ് നീ പറയുമ്പോൾ? എന്തിനാ വന്നത് നീ ഇവിടെ? പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ നാട്ടിൻ്റെ ഒരു മന്ദബുദ്ധി കുട്ടിയാണിത്. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക. വേറൊന്നും കൊണ്ടല്ല, മന്ത്രി വരാൻ ഇനി. നീ ഇവിടെ എന്തിനാണ് ഇപ്പം വന്നത്? എന്തിനാണ് കറക്റ്റ് പറ. ഞാൻ പാട്ട് ഇടാനും മൂക്കറ് പറയാനും കഥ പറയാനാണ് വന്നത്. എന്താടാ ഇത്, തുള്ളുവാ? ഞാൻ പാട്ട് പാടാനും മ്യൂക്കറി കഥ പറയാൻ ആണ് വന്നോ? പാട്ട് പാടാനും മിമിക്രി പറയാനും കഥ പറയാനാ വന്നേ? ഇതെല്ലാം കൂടെ നീ ഒരുമിച്ച് ചെയ്യും? ആദ്യം നീ എന്താ ചെയ്യാൻ പോണം? പാട്ടാ? സൂപ്പറായിട്ട് പാടും. സൂപ്പർ പാട്ട്. പ്രിയമുള്ള നാട്ടുകാരെ, മന്ത്രി വരാൻ ഇനി സമയമുണ്ട്. അതുകൊണ്ട് നിന്റെ പേരെന്താ പറഞ്ഞേ? ഋത്തിക് റോഷൻ. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ ഈ നാടിൻ്റെ ഒരു കൊച്ചു മന്ദബുദ്ധി ചെറുക്കനാണ്, പേര് ഋത്തിക് റോഷൻ എന്നാണ്. ഇവന് ഒരു അവസരം ഞാൻ കൊടുക്കുകയാണ്. കാരണം മന്ത്രി വരാൻ ഇനി സമയമുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അപ്പം നീ ഇതിൽ ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത്? പാട്ട് അടിപൊളിയായിട്ട് പാടുവോ? സൂപ്പറായിട്ട് പാടുവോ? ഏത് പാട്ടാണ് നീ പാടാൻ പോകുന്നത്? പണയൊക്കെ നമുക്ക് വീട് വെച്ചാ അവിടെയൊക്കെ നിന്റെ വായിക്കൊള്ളണം. നല്ലതൊന്നും ഇല്ലടെ നിന്റെ വായി എന്ന് പറഞ്ഞത്. നീ അമീർ ഖാന്റെ ഫന. എന്റെ പൊന്നപ്പി. പ്രിയമുള്ള നാട്ടുകാരെ, അമീർ ഖാന്റെ ഫന എന്ന ചിത്രത്തിലെ പാട്ടാണ് ഋത്തിക് റോഷൻ ഇവിടെ പാടാൻ പോകുന്നത്. നേരെ പാടണേടേ കേട്ടാ. പാട്, അടിപൊളിയായിട്ട് പാട്.
എപ്പോഴും ഞാനല്ല. ഇവിടുന്ന് പറ. വാ, സൂപ്പർ. സുമാരണ്ണ 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 സുമാരണ്ണ. ഫണ 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 കമലഹാസന്റെ അവ സൺമൂല പാട്ട് കൊടുക്കും. ആരാ? കമലഹാസന്റെ അവ സൺമൂല പാട്ട് കൊടുക്കും. കമലഹാസന്റെ അവേഷൻ മീല പാട്ടാ. ഇതുപോലെ തന്നെടാ സുമാരണന് ദിവാരണനൊക്കെ തന്നെ സൂപ്പർ സൂപ്പറായിട്ട് പാടും. എടാ എന്നെ നാണം കെടുത്തരുത്, കാരണം നാട്ടുകാർ എന്നെയാണ് കൈവയ്ക്കുന്നത്. സൂപ്പർ അടിപൊളിയായിട്ട് പാടണം. അടിപൊളി. ആ പാടങ്ങോട്ട്. എല്ലാം നീ തന്നെയാടാ. നിനക്ക് വേറെ എന്താ അറിയാടെ? സിനിമാടന്മാരുടെ ശബ്ദമൊക്കെ പറയും, നല്ല അടിപൊളിയായിട്ട് പറയും. ആദ്യം ആരാ പറയാൻ പോകുന്നത്? പ്രിയമുള്ള നാട്ടുകാരെ, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ അനുകരണമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഋതിക് റോഷൻ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അത് തന്നെ കുലുക്കി തള്ളടാ. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അടുത്ത ആരുണ്ടാ? അടുത്ത ആര്? മോഹൻലാൽ. മോഹൻലാൽ, മലയാളത്തിന്റെ പത്മശ്രീ മോഹൻലാൽ. എടുത്തോണ്ട് വാ. മോളെ തിന്നാ ചവാറി കീറി കീറി അതിമോഹരം വേണം, അതിമോഹരം വേണം. നിന്റെ അച്ഛന്റെ ചിത അവിടെ ഇട്ടു, നമുക്ക് ഒരുമിച്ച് പോവാം. അടിപൊളിയേ. ഇവന്റെ അച്ഛനെ കിട്ടിയിരുന്നേ കത്തിക്കായിരുന്നു. അടുത്ത ആരുണ്ട്? സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി. സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി. നിന്നെ കൊണ്ട് താങ്ങൂടാ അതൊക്കെ. എടുത്തോണ്ട് വാ ഇങ്ങോട്ട്. ആദ്യം എന്നാ കുത്തിക്കുഴി. ചന്തുവിനെ ആവൂല. ചന്തു മുള അണിച്ചു ഓരം ഇരുമ്പ് കൊണ്ട്. അടിപൊളി അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. അടുത്ത തന്നെ ആരുണ്ട്? മധു. മധു മധു, പഴയകാല ഭാവാഭിനയ ചക്രവർത്തി മധു. അടിപൊളിയായിട്ട് കാണിക്കണം കേട്ടാ. വാ. കറുത്തമ്മ, വെളുത്തമ്മ, പച്ച അമ്മ. നീ എന്നെ കെട്ടി ഇല്ലെങ്കിൽ ഈ കടപ്പുറത്ത് മണ്ണ് വരി തിന്നെ. അടിപൊളിയായിട്ടുണ്ട്. തമിഴ് നടൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെയാണ് ഋതിക് റോഷൻ എടുക്കാൻ പോകുന്നത്. വലിച്ചു കീറുകള. അത് തന്നെ. ഓ എടാടാ പതുക്ക എറി. ഭാഷ ഒരു തടവ് സ്വന്തം 1 2 3 4 5 6 100 തടവ് സ്വന്തം മാതിരി. അടിപൊളിയേ. സിനിമാടന്മാരുടെ ശബ്ദം എല്ലാം തീർന്ന. അടുത്ത ഇനി എന്താണ് സംഭവം പറയാൻ പോകുന്നത്? സൂപ്പർ കഥ പറയും. കഥ പറയൂ. അടിപൊളിയായിട്ട് കഥ പറയൂ. നീ എന്ത് കഥയാണ് പറയാൻ പോകുന്നത്? പെട്ടെന്ന് പറ. കേട്ടിട്ടുള്ള കഥ തന്നെ. കേട്ടിട്ടുള്ള കഥ തന്നെ. അപ്പം നീ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നല്ലൊരു കഥ പറഞ്ഞിട്ട് പെട്ടെന്ന് പോ. പറയട്ടെ? പറ. മാന്യസത്തിന് നമസ്കാരം. ഞാനിവിടെ പറയുമ്പോ ഒന്ന് കഥയുടെ പേരാണ് മരവെട്ടുകാരന്റെ കോസാടി. കോസാടി അല്ലടാ, കോടാലി. നമ്മൾ 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? നമ്മൾ പറയുമ്പോൾ അക്ഷരസ്പുഷ്ടമായിട്ട് പറയണം. മനസ്സിലായ? കോടാലി. പറയുന്നത് കേട്ട് പറ. മരവെട്ടിന്റെ കോലാടി. കോലാടി അല്ല, കോടാലി. വ്യക്തമായിട്ട് പറ. കോടാലി. കോതറാടി. എടാ കോതറാടി അല്ലടാ, കോടാലി. വ്യക്തമായിട്ട് പറയടാ. എടാ മാമൻ പറഞ്ഞു തരാം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. മരംവെട്ടുകാരൻ്റെ എന്നെ കൂടെ പുല്ല് തെറ്റിച്ചില്ലടി. എവനെ കൊണ്ട് നിവൃത്തിയില്ലടാ. നീ എന്തെങ്കിലും പറയടേ അങ്ങോട്ട്. മരവെട്ടുകാരന്റെ സാധനം. പ്രിയമുള്ള നാട്ടുകാരെ, ഇതൊരു മന്ദബുദ്ധി കുട്ടിയാണ്. കാരണം ഇവന് കോടാലി തിരിയില്ല. അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. ഇവൻ സാധനം ഒന്നേ പറയൂ. അത് നിങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഇവന് വിവരമില്ല. മന്ദബുദ്ധി ചെറുക്ക കാണിക്കുന്ന വേലകൾ കണ്ടേ. അപ്പം നീ മര്യാദയ്ക്ക് കാണിട്ട് എന്താണ് പറ. പാപം മരംവെട്ടുകാർ ഉണ്ടായിരുന്നു. മരംവെട്ടുകാര് പഞ്ചപാവമായിരുന്നു. ഒരു ദിവസം
നദിയുടെ അടുത്ത് നിങ്ങനെ മരംവെട്ടിക്കൊണ്ടിരിക്കുമ്പോഴില്ലേ മരംവെട്ടിരിക്കുന്നു കോലടി തിരിച്ച് വെള്ളത്തിൽ കോലമാടി തിരിച്ച് വെള്ളത്തിൽ കോട ഓട്ടി തിരിച്ചു കോടാലി ആ സാധനം തെറിച്ച് വെള്ളത്തിൽ മരംവെട്ടുകാരൻ നിന്ന് കരയും കുറെ കഴിയുമ്പോ വെള്ളത്തിൽ നിന്ന് ജലദേവത പ്രത്യക്ഷപ്പെടും എന്നിട്ട് മരംവെട്ടുകാരൻ ചോദിക്കും എന്തിനാ നീ കരയുന്നെന്ന് ചോദിക്കും അപ്പൊ മരംവെട്ടുകാരൻ പറയും ഞാൻ മരംവെട്ടി കൊണ്ട് മറ്റേ സാധനം തെറിച്ച് വെള്ളത്തിൽ അപ്പൊ ജലദേവതല്ലേ വെള്ളത്തിൽ മുങ്ങോട്ട് ഒരു സ്വർണ്ണത്തിലെ സാധനം പൊക്കിപ്പിട്ടിട്ട് ചോദിക്കും മരംവെട്ടുകാരാ ഇതാണോ എന്റെ കളഞ്ഞ മറ്റേ സാധനം അപ്പൊ മരംവെട്ടുകാരൻ പറയും അല്ല ഇതല്ല എന്റെ സാധനം എന്ന് പറയും വീണ്ടും ജലദേവതല്ലേ വെള്ളത്തിൽ മുങ്ങോട്ട് ഒരു വെള്ളയിലെ സാധനം പൊക്കിപ്പിട്ടിട്ട് ചോദിക്കും മരംവെട്ടുകാരൻ ഇതാണോ എന്റെ കളഞ്ഞ അപ്പൊ മരംവെട്ടുകാരൻ പറയും അല്ല ഇതല്ല എന്റെ സാധനം എന്ന് പറയും വീണ്ടും ജലദേവതല്ലേ വെള്ളത്തിൽ മുങ്ങിട്ട് മരംവെട്ടുകാരനെ യഥാർത്ഥ സാധനം പൊക്കിപ്പിട്ടിട്ട് ചോദിക്കും മരംവെട്ടുകാരാ ഇതാണോ എന്റെ കളഞ്ഞ മറ്റേ സാധനം എന്ന് അപ്പൊ മരംവെട്ടുകാരൻ പറയും ഇത് എന്റെ കളഞ്ഞ മറ്റേ സാധനം എന്ന് പറയും അപ്പൊ ജലദേവത പറയും നിന്റെ സത്യസന്ധയിൽ ഞാൻ സന്തോഷമായി അതോടെ 3 സ്ഥാനം എടുത്തെന്ന് പറയും